കേരളത്തിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി കിട്ടി എന്നുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി അതിനെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. എന്താ ഇത്ര സംശയം? സുപ്രീം കോടതി നിഷ്കരുണം കേരളത്തിന്റെ വാദഗതികൾ തള്ളിക്കളയാണ് ചെയ്തത്. വായ്പാ പരിധിയുടെ കാര്യത്തിലും വിഹിതത്തിന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദഗതികൾക്ക് പിൻബലമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വസ്തുതകളുടെ പിൻബലമില്ല. എന്നാൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നില്ല. അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. വികസന പദ്ധതികളിൽ കേന്ദ്ര പങ്കാളിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. കേന്ദ്രത്തിന്റെ സഹായത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയും കാലം കേന്ദ്രവിരുദ്ധ പ്രസ്താവന ഇറക്കിയത് മുഖ്യമന്ത്രിക്ക് വിഴുങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനെ വർഗീയത കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് ഇരു മുന്നണികളും ചോദ്യം ചെയ്യുന്നത്. രണ്ടു കൂട്ടരും ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നവും ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഇരു മുന്നണികളും ഉത്തരവാദിയാണ്. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ബി.ജെ.പിയോ ദേശീയ ജനാധിപത്യ സഖ്യമോ ഉത്തരവാദിയല്ല. കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രതിസന്ധികൾക്കും, സാമ്പത്തിക പ്രതിസന്ധിയാവട്ടെ, വികസന മുരടിപ്പാവട്ടെ, കാർഷിക മേഖലയിലെ തകർച്ചയാവട്ടെ, വ്യവസായ മേഖലയിലെ തകർച്ചയാവട്ടെ, തൊഴിലില്ലായ്മ വിസ്ഫോടനമാവട്ടെ, എല്ലാത്തിനും ഉത്തരവാദി LDFും UDFുമാണ്. LDFും UDFും നടത്തുന്ന ഒളിയുദ്ധം അത് വ്യാജ ഏറ്റുമുട്ടലാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ദില്ലിയിൽ റാലി നടക്കുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ഇന്നലെ വന്ന് വിമർശിച്ചിരിക്കുന്നു. എന്താണ് അർഹതയുള്ളത്? കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും പരസ്യമായ സഖ്യമാണ്. കേരളത്തിൽ NDAക്ക് വിജയസാധ്യതയിലെടുത്തെല്ലാം സീക്രട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ ചർച്ച ചെയ്യുന്നു. NDAക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാവുന്നു. ജനങ്ങളുടെ പിന്തുണ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ വേവലാതി. പിന്നെയുള്ള വേവലാതി അഴിമതി കേസുകളിൽ അഴിമതി നടത്തിയവരെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാഗ്ദാനമാണ്. സർ, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് കെജ്രിവാളിനായാലും ഹേമന്ത് സോറനായാലും കവിതയ്ക്കായാലും പിണറായി വിജയനായാലും ആർക്കായാലും മനീഷ് സിസോദിയക്കായാലും നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത് അതാണെങ്കിൽ അത് പറയണം. ഖജനാവ് കൊള്ളയും സഹകരണ കൊള്ളയും മാസപ്പടിയും എല്ലാം നടത്തി രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാം എന്നാരും കരുതരുത്. നമ്മുടെ രാജ്യത്ത് റൂൾ ഓഫ് ലോ ഉണ്ട്. നിയമവാഴ്ചയുള്ള സംസ്ഥാന രാജ്യമാണ്. കേരളത്തെ പോലെ നിയമവാഴ്ച അട്ടിമറിക്കുന്ന സംഗതിയല്ല. കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷി നിയമവാഴ്ചയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മറുപടിയില്ലാത്ത ധാരാളം കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മറച്ചുവെക്കാനുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ BJPക്കെതിരെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുള്ള പങ്ക് എന്താണ്? സഹകരണ ബാങ്കുകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട പണം എവിടെ പോയി? സുപ്രധാനമായ ഈ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ മറുപടി പറയണം. അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയവർക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോൾ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി UDFനെ വിമർശിക്കാതെ NDA മാത്രം വിമർശിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ഇത് ശരിയായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും.